അമേരിക്കയുടെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കേസ്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1947 ജനുവരി 15 കുട്ടിയുമായി നടക്കാൻ പോയ ഒരു സ്ത്രീ തൊട്ടടുത്ത് ഒരു പ്രതിമ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടും. എന്താണെന്ന് നോക്കാൻ പോയ അവർ ഞെട്ടിത്തെറിക്കുകയാണ്. അതൊരു പ്രതിമയല്ല, രണ്ടായി മുറിക്കപ്പെട്ട ഒരു യുവതിയുടെ ശരീരം. 21 വയസ്സ് മാത്രം പ്രായമുള്ള അതീവ സുന്ദരിയായ സിനിമാ മോഹിയായ ഒരു സ്ത്രീയുടെ ശരീരം. എലിസബത്ത് ഷോർട്സ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ അവർക്ക് നൽകിയ പേര് ബ്ലാക്ക് ഡാലിയ എന്നായിരുന്നു. വളരെ കൃത്യമായി നടുഭാഗം ഛേദിക്കപ്പെട്ട നിലയിൽ, രക്തം ഒരു തുള്ളി പോലും അവിടെ എങ്ങും കാണാത്ത അത്ര നിലയിൽ ആ ചോര മുഴുവൻ ഊറ്റിക്കളഞ്ഞ ശേഷം ആ ശരീരം അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. മുഖത്ത് വായയുടെ ഭാഗം ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവി വരെ കീറി മുറിച്ചിട്ടിരിക്കുകയാണ്. ഈ ബാറ്റ്മാൻ സീരീസിലെ ജോക്കർ എന്ന കഥാപാത്രത്തിന് ഇൻസ്പയർ ആയതും ഈ ഒരു കട്ട് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം വളരെ വിപുലമായി നടത്തി. ഇത് ഹോളിവുഡിലായത് തന്നെ പല ആളുകളെയും, വലിയ ആളുകളെയും സംശയത്തിന്റെ മുൾമുനയിലേക്ക് എത്തിച്ചു. ആയിരക്കണക്കിന് ആളുകളെ പോലീസ് നിരീക്ഷിച്ചു. 300-ലധികം മെഡിക്കൽ സ്റ്റുഡൻസിനെ ചോദ്യം ചെയ്തു. കാരണം ഈ കട്ട് അത്രത്തോളം പ്രസിഷനോടുകൂടി മാത്രം നടത്തപ്പെട്ടതായിരുന്നു. ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ മെഡിക്കൽ അനുഭവമുള്ള ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന തരത്തിലുള്ള അത്രയും അറിവോട് കൂടിയിട്ടാണ് ആ കട്ട് നടത്തിയത്. 100-ലധികം ആളുകളെ, പൊതുവായ ആളുകളെ ചോദ്യം ചെയ്യുകയും അതിൽ 60 കൺഫെഷൻസ് എടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നും ആ തെളിവുകൾ ഒന്നും തന്നെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിച്ചേർന്നില്ല. ഇതിനിടയ്ക്ക് അവസാനം ഒരു സംഭവം കൂടി ഉണ്ടായി. ഇത് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിറ്റക്റ്റീവ് ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തി. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം തന്റെ പിതാവിൽ തനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. തന്റെ പിതാവ് മെഡിക്കൽ നോളജുള്ള ഒരു സർജനായിരുന്നു. അദ്ദേഹത്തിന്റെ പല ചെയ്തികളും ഇതുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്നും അറിയാത്ത, ഇന്നും തെളിയിക്കപ്പെടാത്ത മറ്റൊരു കഥയുമായി നമുക്ക് പിന്നീട് വീണ്ടും കാണാം. അമേസിംഗ് മലയാളിയിലേക്ക് സ്വാഗതം. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ.